വേനൽ ചൂട് കടുത്തത് വിനോദസഞ്ചാര മേഖലയിലും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ചൂടിൽ നിന്ന് രക്ഷ തേടി ബീച്ചുകളിലേക്ക് സന്ദർശക പ്രവാഹമാണ്. വിദേശികളുടെ എണ്ണത്തിൽ ഗണ്യമായ കുറവുണ്ടെങ്കിലും ആഭ്യന്തര വിനോദസഞ്ചാരികളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ് കോവളം ഉൾപ്പെടെയുള്ള ടൂറിസം കേന്ദ്രങ്ങൾ. വേനൽ അവധിക്ക് വേനൽ ചൂടിനെ അതിജീവിച്ചുകൊണ്ട് ഇടവേളകൾ ആനന്ദകരമാക്കി മാറ്റുക എന്നതാണ് മലയാളികൾക്ക് മുമ്പിൽ ഈ വേനൽക്കാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി. ഞാനിപ്പോൾ നിൽക്കുന്നത് കോവളം ബീച്ചിലാണ്. നമുക്കറിയാം, സാധാരണയായി യുദ്ധമുണ്ടായതിന് പിന്നാലെ വിദേശത്തു നിന്നുള്ള സഞ്ചാരികളുടെ കടന്നുവരവിലൊക്കെ വലിയ തരത്തിലുള്ള പ്രതിസന്ധി നേരിട്ടിരുന്നെങ്കിലും ഇപ്പോൾ ഇവിടുത്തെ കാഴ്ച സ്വദേശികളായ ആളുകളെ കൊണ്ട്, അത് കേരളത്തിന്റെ പുറത്തു നിന്നുള്ള തമിഴ്നാട്, കർണാടക ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാരികൾ കൂട്ടമായി ഇവിടേക്ക് എത്തുന്നു എന്നത് തന്നെയാണ്. ഈ ചൂട് ഒരു വശത്തിങ്ങനെ നിലനിൽക്കുമ്പോഴും കടലിൽ ഈ തിരയിൽ ഇങ്ങനെ ആർത്തുല്ലസിച്ചുകൊണ്ട് സംഘം ചേർന്ന് സമയം ചെലവഴിക്കുകയാണ് അവർ. കോവളത്തിന്റെ എല്ലാ മേഖലകളിലും വലിയ തിരക്കാണ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി അഭൂതപൂർവമായ തിരക്ക് തന്നെയാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഏറെ നേരം വാഹനങ്ങൾ ബ്ലോക്കിൽ കിടക്കുന്ന അവസ്ഥയുണ്ട് ബീച്ചിലേക്ക് ഇറങ്ങുന്ന വഴിയിലേക്ക്. കാരണം പോലീസിന്റെ നിയന്ത്രണമടക്കം അവിടെ നിലനിൽക്കുകയാണ് ഇപ്പോൾ. അത്രമാത്രം തിരക്കാണ് പ്രത്യേകിച്ച് ശനി ഞായർ ദിവസങ്ങളൊക്കെ കോവളത്ത് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. വിദേശത്ത് നിന്ന്, പ്രത്യേകിച്ച് റഷ്യയിൽ ഉൾപ്പെടെയുള്ള വിനോദസഞ്ചാരികളാണ് ഇനി ഇവിടെ ബാക്കിയുള്ളവരിൽ അധികവും. കാരണം ഇവിടുത്തെ സീസൺ ഏതാണ്ട് വിദേശികളുടെ സീസൺ അവസാനിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ സ്വദേശത്തു നിന്നുള്ള ടൂറിസ്റ്റുകൾ തന്നെ, ആഭ്യന്തര വിനോദസഞ്ചാരികളുടെ എണ്ണം, കോവളത്തേക്ക് എത്തുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. നമുക്കറിയാം, സമാനതകളില്ലാത്ത വേനൽ ചൂടാണ്. ആ വേനൽ ചൂടിനെ അതിജീവിച്ചുകൊണ്ട് ഈ ആഘോഷങ്ങൾക്ക് സമയം കണ്ടെത്തുക എന്നതാണ് ഒരു പ്രധാന വെല്ലുവിളി. അതുകൊണ്ട് തന്നെയാണ് ഈ ബീച്ചിലേക്ക് കോവളം ഉൾപ്പെടെയുള്ള ബീച്ചിലേക്ക് എത്തിക്കൊണ്ട് ആ വേനൽ അവധിക്കാലം അടിച്ചു പൊളിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ദൌത്യത്തിലേക്ക് നമ്മുടെ കുട്ടികളടക്കം എത്തുന്നത് വേണം കരുതാൻ. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.